അപ്പോൾ ഡെയിലി ലൈഫിൽ പലർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ് ഈ കാണുന്നത്. 1996 എസ്റ്റാബ്ലിഷ് ചെയ്ത ചൈനീസ് കമ്പനിയായ TP-Linkന്റെ AX1500 വൈഫൈ 6 ട്രാവൽ റൗട്ടറാണ്. കോൺസിക്യൂട്ടീവ് 12 ഇയേഴ്സ് ആയിട്ട് വേൾഡിലേക്ക് നമ്പർ 1 വൈഫൈ പ്രോഡക്റ്റ് പ്രൊവൈഡർ ആണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ക്ലെയിം ചെയ്യുന്നത് വേൾഡ് വൈഡ് ഷിപ്മെൻറ്റിൻ്റെ ബേസിസിലാണ്. IDC വേൾഡ് വൈഡ് ആണ് സോഴ്സ്. അപ്പോൾ ഇനി ഈ ഡിവൈസിലേക്ക് വരാം. ഇതിന് ആർച്ചർ AX12 എന്നും പേരുണ്ട്. അപ്പോൾ ഈ ട്രാവൽ റൗട്ടേഴ്സിൻ്റെ ഒരു മേജർ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് റിലയബിൾ അല്ലാത്ത ഒരു ഏരിയയിൽ, അതായത് കഫേ, എയർപോർട്ട്, ഹോട്ടൽസ്, അതുപോലെ തന്നെ വേറെയും പബ്ലിക് പ്ലേസസിൽ പബ്ലിക് വൈഫൈ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസരം വരും. ഒരു ലെയർ കൂടി സെക്യൂരിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഡിവൈസസ് ആണെങ്കിലും, പിന്നെ അതല്ല ഓഫീസ് ഡിവൈസസ് ആണെങ്കിലും, ഇതിനൊക്കെ സെക്യൂരിറ്റി കൺസേൺസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അത് റിസോൾവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ വീടിൻ്റെ ഒരറ്റത്ത് നിന്ന് വീടിൻ്റെ മറ്റേ അറ്റത്തേക്ക് വൈഫൈ കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഇതൊരു റിപ്പീറ്ററായിട്ട് യൂസ് ചെയ്യാനും സഹായിക്കും. റിപ്പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വൈഫൈ ഡിവൈസസിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് ഒരു വൈഫൈ ഡിവൈസ് തന്നെയായിട്ട് ആക്ട്. അപ്പോൾ വൈഫൈയുടെ ഒരു ഓവറോൾ റേഞ്ച് മൊത്തത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യും. ഇത് റിമോട്ട് വർക്കിന്, അതായത് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സാധാരണ മാർക്കറ്റിൽ വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ റേഞ്ച് എക്സ്റ്റെൻഡേഴ്സ് നമ്മൾ പ്ലഗ് ചെയ്യുന്നത് സാധാരണ പ്ലഗ് സോക്കറ്റ്സിലേക്കാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം കറണ്ട് പോകുമ്പോഴാണ്. കറണ്ട് പോകുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഓഫായി ഓൺ ആകും. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു കോളിലാണെങ്കിൽ ആ കോൾ കട്ടാവാനുള്ള സാധ്യത. ഇതുപോലെയുള്ള പ്രോബ്ലംസ് മൊത്തം ഈ റിപ്പീറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് വരാം. ഈ പാക്കേജിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതിൻ്റെ അകത്ത് വൈഫൈ 6ൻ്റെ പോർട്ടബിൾ റൗട്ടർ ഒരെണ്ണം ഉണ്ടാവും, RJ45 എതർനെറ്റ് കേബിൾ ഉണ്ടാവും, പവർ അഡാപ്റ്റർ ഉണ്ടാവും, പിന്നെ ഒരു USB കേബിൾ ഉണ്ടാവും, പിന്നെ ക്വിക്ക് ഇൻസ്റ്റലേഷൻ ഗൈഡ് ഉണ്ടാവും, പിന്നെ വൈഫൈ ഇൻഫർമേഷൻ കാർഡ് ഉണ്ടാവും. ഇതിൻ്റെ പാക്കേജിൽ 3 വർഷം വരെയും ഇതിന് വാറണ്ടിയും പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു SPI ഫയർവാളോട് കൂടിയാണ് വരുന്നത്. പിന്നെ അതുമല്ല IP ആൻഡ് MAC ബൈൻഡിങ് ഉണ്ട്. അത് കൂടാതെ തന്നെ അൺഓതറൈസ്ഡ് ആക്സസ്, അതായത് നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്കുള്ള അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉള്ള ആപ്ലിക്കേഷൻ ലെയർ ഗേറ്റ്വേയും ഉണ്ട്. ഒരു അഡീഷണൽ ഗസ്റ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ നെറ്റ്വർക്ക് സെക്യൂർ ആയിട്ടിരിക്കും. കൂടാതെ ഡാറ്റ സേഫ്റ്റിക്ക് ആയിട്ട് WPA2 ആൻഡ് WPA3 എൻക്രിപ്ഷൻസോട് കൂടിയാണ് ഇത് വരുന്നത്. പിന്നെ പാരൻ്റൽ കൺട്രോൾസും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന റൗണ്ട് ബട്ടൺ ഒരു സെക്കൻഡിലേക്ക് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ WPS മോഡ് ഓൺ ആവും. അതുകൂടാതെ 6 സെക്കൻഡ്സ് ആണെങ്കിൽ റീസെറ്റ് ആവും. പിന്നെ 3 മോഡുകളാണുള്ളത്. ഒന്ന് AP/RE മോഡ്, അതായത് ആക്സസ് പോയിന്റ് റിപ്പീറ്റർ മോഡ്, പിന്നെ ഹോട്ട്സ്പോട്ട് മോഡ്, പിന്നെ റൗട്ടർ മോഡ്. അപ്പോൾ നമുക്കൊരു ബാക്കപ്പ് റൗട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, റിപ്പീറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് പവർ കൊടുക്കുന്ന ഒരു Type-C പോർട്ടിൽ നിന്നാണ്, അതായത് 9V/12V Type-C പോർട്ട്. പിന്നെ 3G or 4G USB ഡോങ്കിൾ കണക്ട് ചെയ്യാം. അതുകൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി LAN ആൻഡ് WAN പോർട്ട് ഉണ്ട്, നമുക്ക് റൗട്ടറായിട്ട് യൂസ് ചെയ്യാനൊക്കെ. ഈ ഡിവൈസ് പല രീതിയിൽ പവർ ചെയ്യാം. അപ്പോൾ നമുക്ക് കറണ്ടൊക്കെ പോകുമ്പോൾ ഓഫായി ഓൺ ആവാതിരിക്കാനായിട്ട് നമുക്ക് പവർ ബാങ്ക്സ് ഇത് യൂസ് ചെയ്യാം. പക്ഷേ എല്ലാ പവർ ബാങ്ക്സും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് റേറ്റിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നത് 20,000 mAhൻ്റെ ആംബ്രൈൻ്റെ ഒരു പവർ ബാങ്ക് വെച്ചിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് റേറ്റിംഗ് വരുമ്പോഴേക്കും 5V 2.1 amps ആണ്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്തു, ഓൺ ആയിട്ടുണ്ട്. പക്ഷേ ഓണായത് അധികം ടൈമൊന്നും നിൽക്കാൻ പോകുന്നില്ല, ഇത് ഓഫാവും. ഓഫായി. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് 20,000 mAhൻ്റെ ഒറൈമോയുടെ ഒരു പവർ ബാങ്ക് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പവർ റേറ്റിങ്ങും പിന്നെ ആദ്യം അഡാപ്റ്ററി കണ്ടേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജിലുള്ള അഡാപ്റ്ററി തന്നെ കണ്ടേക്കുന്ന പവർ റേറ്റിങ്ങും തമ്മിൽ നല്ല സിമിലറാണ്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേബിളായിട്ട് ഇതിൻ്റെ ഒരു പവർ ഔട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സംഭവം നേരത്തെ മാതിരി തന്നെ ഇത് ഓണായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരമായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് സ്റ്റേബിളാണ്, ഇത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റപ്പിലേക്ക് വരാം. ഈ TP-Linkന് യൂഷ്വലി ഒരു നല്ല ടെതർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു QR കോഡാണ് ഞാനിപ്പോൾ സ്കാൻ ചെയ്തത്. ഇതാണ് TP-Link ടെതർ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ TP-Link ടെതർ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ നോട്ടിഫിക്കേഷനിൽ അലവാണ് കൊടുത്തേക്കുന്നത്. പിന്നെ യൂസർ അക്സെപ്റ്റൻസ് പോളിസീസൊക്കെ തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് 2 ഓപ്ഷൻ വരും, ലോഗിൻ ആൻഡ് ക്രിയേറ്റ് എ TP-Link ID. TP-Link ID ഓൾറെഡി ഉണ്ടെങ്കിൽ ലോഗിൻ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. അതർവൈസ് നമ്മൾ പുതിയൊരു TP-Link ID ഉണ്ടാക്കണം. ഞാനിവിടെ ക്രിയേറ്റ് എ ന്യൂ TP-Link ID ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇമെയിൽ ID ആണ് അയച്ചു കൊടുക്കേണ്ടത്. അതായിരിക്കും നമ്മുടെ ഫർദർ ID. എന്നിട്ട് പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു യൂസർ അഗ്രിമെൻറ്റ് വരും. അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മെയിൽ സെൻഡ് ആവും. അപ്പോൾ നമ്മൾ ആ ഇമെയിൽ ID യിലേക്ക് പോയിട്ട് ആ രജിസ്ട്രേഷൻ ഫിനിഷ് ചെയ്യണം.
രജിസ്ട്രേഷൻ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു കൺഗ്രാജുലേഷൻ നോട്ടൊക്കെ കിട്ടും. അതിനുശേഷം നമ്മൾ ടെതറിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതിനുശേഷം നമ്മുടെ ഡിവൈസിൻ്റെ ബാക്കിലുള്ള QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ആഡ് നെറ്റ്വർക്ക് കൊടുത്തിട്ടോ നമ്മുടെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണം. ഡിഫോൾട്ട് ഡിവൈസ് നെയിം ഈ കാണുന്നതാണ്. ഇനി പാസ്വേഡ് എൻ്റർ ചെയ്യണം. അപ്പോൾ ഡിഫോൾട്ട് പാസ്വേഡ് ഡിവൈസിൻ്റെ ബാക്കിലായിട്ട് വയർലെസ് പാസ്വേഡ് ബാർ പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡറിൽ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് എൻ്റർ ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ അത് കണക്റ്റായി കിട്ടും. ഇൻ്റർനെറ്റ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോം വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ടെതറിൽ നിന്ന് ഡിവൈസിലേക്കുള്ള കണക്ഷനാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കണക്ഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഈ ടെതറിൽ നിന്ന് ഈ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാനുള്ള പാസ്വേഡാണ്. അപ്പോൾ അത് പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കയറുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് വരുന്നത് അതിൻ്റെ ആ ഓപ്ഷൻ മോഡ് ഏത് സെലക്ട് ചെയ്തെന്നുള്ളതാണ്. അതിനുശേഷം ഹോട്ട്സ്പോട്ട് മോഡ് സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് നിയർ ബൈ ഉള്ള ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടെന്നുള്ളത് സെർച്ച് ചെയ്യും. അപ്പോൾ ഇത്രയും നമുക്ക് ഡിവൈസസ് നിയർ ബൈ ഉണ്ട്. അതിൻ്റെ അത് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് പാസ്വേഡ് അടിച്ച് കയറുക. ഞാൻ വേറെ കോൺഫിഗർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം നെക്സ്റ്റ് അടിച്ച് പോവുകയാണ്. പക്ഷേ നെക്സ്റ്റ് അടിച്ച് പോകുമ്പോഴേക്കും ഈ ഒരു പൊസിഷൻ വരുമ്പോഴേക്കും നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. അത് കുഴപ്പമില്ല. അതിൻ്റെ താഴേക്ക് യൂസ് ഡിഫോൾട്ട് വയർലെസ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഫോൾട്ടായിട്ടുള്ള വയർലെസ് സെറ്റിങ്സ് എടുത്തോളും. ഇവിടെ എനേബിൾ ഓട്ടോ അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോൺഫിഗർ ചെയ്തേക്കുന്നതൊക്കെ ഒന്ന് സെറ്റിങ്സ് ഒക്കെ ഒന്ന് കൺഫേം ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ കോൺഫിഗറേഷനൊക്കെ അപ്ലൈ ചെയ്ത് നെറ്റ്വർക്ക് കണക്ഷനൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇത് ഫൈനലി കണക്റ്റ് ആവും. ഇവിടെ നമ്മൾ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഉടനെ വന്ന സ്ക്രീനിൽ അൺഎബിൾ ടു കണക്റ്റ് ദ ഡിവൈസസ് പ്ലീസ് ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. നമുക്കിതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ച് സാധാരണ വൈഫൈ കണക്ട് ചെയ്യണ മാതിരി വൈഫൈ എടുക്കുക, സെർച്ച് ചെയ്യുക, ആ ഡിവൈസ് സെലക്ട് ചെയ്യുക, പാസ്വേഡ് കൊടുക്കുക, എൻട്രി ചെയ്യുക. പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെതറിൽ കോൺഫിഗർ ചെയ്തേക്കുന്ന പാസ്വേഡ് ടെതറിൽ നിന്ന് ഈ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാനാണ്. പക്ഷേ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട പാസ്വേഡ് ഇതിൻ്റെ ബാക്കിലുള്ള ഡിഫോൾട്ട് പാസ്വേഡാണ്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ ഡിവൈസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻ്റർനെറ്റൊക്കെ കിട്ടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള വേറെയും വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.